ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സിൻ്റെയും സമയം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തുടക്കം മുതലേ ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നാളെ ഏതൊക്കെ ക്ലാസ്സുകളാണ് വരുന്നത് എന്നുള്ളത് സമയവും ടോപ്പിക്കും അത് SCRT ചാപ്റ്റർ ആണെങ്കിൽ ചാപ്റ്ററിൻ്റെ പേരും അടക്കം നമ്മൾ എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു ചാർട്ട് നമ്മൾ ഇന്ന് തന്നെ ഇട്ട് തരും. അതിനുശേഷമാണ് നാളെ അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതലേ ക്ലാസ് കണ്ടുവരണം കേട്ടോ. നമ്മൾ ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ദിവസം തൊട്ടുള്ള ക്ലാസ്സുകൾ 1 by 1 ആയിട്ട് കണ്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മാത്സിൽ കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, എക്സ്പോണൻസ്. അപ്പോൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളൊരു ക്ലാസ്സാണ്, പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തതുകൊണ്ട് ഞാനൊരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി തരുവാണ്. അപ്പോൾ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കൃത്യംഗങ്ങളുടെ ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പോൾ കൃത്യംഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കൃത്യംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുക, എക്സ് എന്ന് പറയുന്നുണ്ട്, റേസ് ടു n എന്ന് പറയുന്ന ഒരു ഫോമിൽ എഴുതുന്നു. ഇപ്പോൾ 5⁻6 ഇങ്ങനെ ഫോമിൽ നമ്മൾ എഴുതില്ലേ. അപ്പോൾ ഇതിനൊരു ബേസ് ഫോം ഉണ്ട്, അതിനൊരു പവർ ഉണ്ട് അല്ലേ. ബേസിൽ ഒരു നമ്പർ ഉണ്ട്, അതിൻ്റെ പവറായിട്ട് ഇവിടെ 6 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസും ഇങ്ങനെ പവറും ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൃത്യംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യംഗങ്ങൾ എന്താണെന്ന് മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ബേസ് നമ്പറും ഒരു പവറും വരുന്ന ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് നമ്മൾ കൃത്യംഗങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഈ കൃത്യംഗങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ക്വയറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. എന്താണ് ആദ്യം, എന്താണ് സ്ക്വയർ എന്ന് വെച്ചാൽ, ഇപ്പോൾ 6 സ്ക്വയർ. ഓക്കെ, 6ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? 6⁻2 അല്ലെങ്കിൽ 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6നെ 2 തവണ ഗുണിക്കുക എന്നുള്ളതാണ് സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. 6⁻2 എന്ന് പറഞ്ഞാൽ 6 × 6 ആണ്. 6നെ 2 തവണ ഗുണിക്കുന്നു, അതറിയാലോ. ഇനി 6 എന്ന് പറയുന്നത് 36 ആണ് അല്ലേ. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. 6 സ്ക്വയർ 36. ഈ 36നെ നമ്മൾ റൂട്ടിനകത്ത് എഴുതാമെന്ന് വിചാരിക്കാം. റൂട്ട് 36 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ് എന്ന് നമുക്കറിയാം. അതായത് ഈ 6നെ 2 തവണ ഗുണിച്ചാൽ 36 കിട്ടും. അതാണ് അതിൻ്റെ മീനിങ് അല്ലേ. അപ്പോൾ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ. അപ്പോൾ ഈ 36നെ നമുക്ക് എങ്ങനെ എഴുതാം? 6 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് 6 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് 6 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? 6 സ്ക്വയർ, ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 2 തവണ ഗുണിക്കുന്നതാണ്. ആ കാര്യം ആദ്യം മനസ്സിലാക്കി വെക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, മാത്സ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കുക, 6ന്റെ സ്ക്വയർ, ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 2 തവണ ഗുണിക്കുന്നതാണ്. ഇനി റൂട്ടിനകത്ത് ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ് എന്ന് നമുക്ക് അറിയാം. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നമ്പറിനെ 2 തവണ ഗുണിച്ചാൽ ഇതിനകത്ത് കിടക്കുന്ന ഈ സംഖ്യ കിട്ടും. അതാണ് മീൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റൂട്ട്, അതായത് 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ടിനകത്ത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? സ്ക്വയർ ഇല്ലാതെ ആ സംഖ്യ തന്നെ എഴുതി വെച്ചാൽ മതി. അതായത് റൂട്ട് 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. ഇത് നമ്മൾ മുന്നത്തെ ഏതൊക്കെയോ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മൾ കൃത്യംഗങ്ങൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ടിനകത്ത് ഒരു സംഖ്യയുടെ സ്ക്വയർ വന്നാൽ ആ സംഖ്യ തന്നെയാണ് ആൻസർ വരിക. റൂട്ട് 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്.
അതാദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. കിട്ടിയോ? ഇനി നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞു റൂട്ട് 6 സ്ക്വയർ ഇസ് ഈക്വൽ ടു 6 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ പറയുന്നു റൂട്ട് 16 എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ് എന്നുള്ളതാണ് അർത്ഥം അല്ലേ? അപ്പോൾ റൂട്ടിനകത്ത് ഒരു നമ്പർ വന്നാൽ അതിൻ്റെ ആൻസർ നമുക്കറിയാം. റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ് എന്ന് വെച്ചാൽ എന്താണ്? 4ൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ റൂട്ടിനകത്തുള്ള നമ്പർ കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് റൂട്ടും സ്ക്വയറും തമ്മിലുള്ള കണക്ഷൻ. കിട്ടിയോ? അപ്പോൾ സ്ക്വയറുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? ഒരു സംഖ്യയുടെ സ്ക്വയർ എന്ന് വെച്ചാൽ ആ സംഖ്യയെ 2 തവണ ഗുണിക്കുന്നതാണ് എന്ന് ഓർക്കുക. റൂട്ടിനകത്ത് ഒരു സംഖ്യ വന്നാൽ അതിൻ്റെ ഇവിടെ വരുന്ന സംഖ്യ എന്താണ് ആൻസർ വരുന്നത്? ആ സംഖ്യയെ 2 തവണ ഗുണിച്ചാൽ, അതായത് അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഇതിനകത്ത് വരുന്ന ആൻസർ എന്നുള്ളത് ഓർത്തിരിക്കുക. റൂട്ടിനകത്ത് ഒരു സംഖ്യയുടെ സ്ക്വയർ വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? ആ സംഖ്യയുടെ സ്ക്വയർ കളഞ്ഞിട്ട് ആ സംഖ്യ മാത്രം എഴുതുന്നതായിരിക്കും. ഓക്കെ, റൂട്ട് 16 റൂട്ടിനകത്ത് ഒരു സംഖ്യ വന്നാൽ അതിൻ്റെ ആൻസർ നമ്മൾ എഴുതുന്നത് എന്താണ്? അതിൻ്റെ സ്ക്വയർ ആണ് റൂട്ടിനകത്തുള്ള ഈ നമ്പർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സ്ക്വയറുമായി ബന്ധപ്പെടുത്തിയിട്ട് കിട്ടിയല്ലോ. ഇനി നോക്കുക, 2 ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? 2ൻ്റെ ക്യൂബ്, 2ൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞാൽ 2 × 2. അപ്പോൾ 2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ്? 2⁻3 എന്ന് വെച്ചാൽ 2 × 2 അല്ലേ? ഏതൊരു സംഖ്യയുടെയും മുകളിൽ വരുന്ന പവർ എത്രയാണോ അത്രയും പ്രാവശ്യം ഈ താഴെ കിടക്കുന്ന നമ്പറിനെ ഗുണിക്കണം. അതാണ് അതിൻ്റെ മീനിങ് അല്ലേ? 2⁻2 ആണെങ്കിൽ 2നെ 2 പ്രാവശ്യം ഗുണിക്കണം. 2⁻3 ആകുമ്പോൾ 2നെ 3 പ്രാവശ്യം ഗുണിക്കണം. 2⁻4 ആണെങ്കിലോ 2നെ 4 പ്രാവശ്യം ഗുണിക്കണം. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ 2 ക്യൂബ് എന്ന് പറയുന്നത് 2 × 2 ആണ്. എത്രയാണ് ആൻസർ എന്ന് പറയുന്നത്? 8 ആണ് അല്ലേ? 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ നമുക്ക് കൃത്യംഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 1 മുതൽ ഒരു 15 വരെ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും അറിയണം, 1 മുതൽ ഒരു 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും അറിയണം. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ, കാണാതെ പഠിച്ചു വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ കാണാനും ക്യൂബ് കാണാനുമുള്ള ട്രിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളത് ജസ്റ്റ് കാണാതെ പഠിച്ചു വയ്ക്കുക. 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറും ക്യൂബും അത് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, 2 ക്യൂബ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ബന്ധം എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലേ? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് പറഞ്ഞു. അതുപോലെ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഇപ്പോൾ റൂട്ട് 16 എന്ന് പറയുന്നത് 4 ആണ് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥം എന്താണ്? റൂട്ട് 4ൻ്റെ സ്ക്വയർ ആണ് ഇത് അല്ലേ? റൂട്ട് 4 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ 2നെ 3 തവണ ഗുണിച്ചാൽ 8 കിട്ടും. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 8 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2നെ 3 തവണ ഗുണിച്ചാൽ 8 കിട്ടും. കിട്ടിയല്ലോ? ഇത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇപ്പം ക്യൂബ് റൂട്ട് ഓഫ് 27 ഉണ്ടെന്ന് വിചാരിക്കാം അല്ലേ? ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 3 അല്ലേ? അതായത് 3നെ 3 തവണ ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ എന്താണ്? 27 ആണ് അല്ലേ? 3നെയാണ് 3 തവണ ഗുണിച്ചാൽ നമുക്ക് 27 കിട്ടാം. 3ൻ്റെ ക്യൂബാണ് 27 എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ സ്ക്വയറും റൂട്ടും തമ്മിലുള്ള ബന്ധം കിട്ടി, ക്യൂബും റൂട്ടും തമ്മിലുള്ള ബന്ധം കിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നോക്കാം, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ x⁻² എന്നാണ് അർത്ഥം. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ x⁻1 എന്നാണ് അർത്ഥം. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ x⁻2 അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് x⁻1 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി x⁻1/2 എന്ന് പറയുന്നതാണ് എന്ത്? റൂട്ട് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റൂട്ട് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? x⁻1/2 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് y⁻1/2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? y⁻1/2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് y എന്ന് എഴുതാം
അല്ലേ? അപ്പം ഇങ്ങനെ എക്സ്പോണൻ്റ് ആയിട്ട് 1/2 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റൂട്ടിനകത്ത് എഴുതാം. റൂട്ടിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ x⁻1/2 എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം √x എന്ന് പറയുന്നത് x⁻1/2 ആണ്. എന്തുകൊണ്ടാണ് 1/2 വന്നത്? ഇവിടെ √x എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ആണ് അല്ലെ, സ്ക്വയർ റൂട്ട് ഓഫ് എന്നാണ് പറയുന്നത്. ഇനി ക്യൂബ് റൂട്ട് ഓഫ് ആണെങ്കിലോ, ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? x⁻1/3 എന്ന് പറയും. ക്യൂബ് റൂട്ട് ആവുമ്പോൾ x⁻1/3, സ്ക്വയർ റൂട്ട് ആവുമ്പോൾ x⁻1/2. മനസ്സിലായോ? അപ്പോൾ x⁻1/2 എന്ന് പറയുന്നത് √x ആണ്. √x എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ആണ്. സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് x⁻1/2 വന്നു. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണെങ്കിൽ x⁻1/3 എന്ന് എഴുതാം. അപ്പോൾ y⁻1/3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? അതിനെ നമുക്ക് ക്യൂബ് റൂട്ട് ഓഫ് y എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഓക്കെ, അപ്പം ഈ കാര്യം കൂടെ ഓർത്തിരിക്കണം. എന്താണ് പറഞ്ഞത്? സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻1/2 ആണ് എന്ന് നമുക്കറിയാം. ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് x⁻1/3 എന്ന് പറയുന്ന ഫോമിലും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പം ഈ കാര്യം ഒന്ന് ബോക്സിലാക്കിയിട്ട് എഴുതി വയ്ക്കാം. ഇനി ഇവിടെ നോക്കുക, √x ഇൻറ്റു √x എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. എന്താണ് ഈ റൂട്ടും എക്സും ഒന്നും കണ്ടിട്ട് പേടിക്കണ്ട. എക്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാത്തൊരു സംഖ്യ. അതായത് ഇപ്പോൾ ഈ എക്സിന് പകരം ഇവിടെ 5 ആണെന്ന് വിചാരിക്കാം. √5 ഇൻറ്റു √5 എന്ന് പറയുന്നത് എന്താണ്? 5 തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് എങ്ങനെയാണ് അത് വരിക? √5 ഇൻറ്റു √5 എന്ന് പറയുമ്പോൾ √5 ഇൻറ്റു 5 എത്രയാണ്? 2 അല്ലേ? അപ്പം 5ൻ്റെ സ്ക്വയർ ആണ് വരുന്നത് 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ. അപ്പം √5² എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ടിനകത്ത് ഏതൊരു സംഖ്യയുടെയും സ്ക്വയർ വന്നാൽ അതിൻ്റെ ആൻസർ എന്താണ്? ആ സ്ക്വയർ കളഞ്ഞിട്ട് ആ നമ്പർ തന്നെ എഴുതിയാൽ മതി അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു √x² എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ടിനകത്ത് ഒരു നമ്പറിൻ്റെ സ്ക്വയർ വന്നാൽ ആൻസർ എന്താണ്? ആ സ്ക്വയർ കളഞ്ഞ് നമ്പർ മാത്രം എഴുതിയാൽ മതി. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. √x ഇൻറ്റു √x എന്ന് പറയുമ്പോൾ എന്താണ്? √x² വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? എക്സ് തന്നെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഏത് സംഖ്യ വേണമെങ്കിലും ആവാം. ഇവിടെ നമ്മൾ 5 എടുത്താൽ 5, 6 എടുത്താൽ 6. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കാം, √x ഇൻറ്റു √y എന്ന് പറയുന്നത് √xy ആയിരിക്കും. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അവിടെ xy എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള നമ്പർ ആയിരിക്കും. ഒരേ നമ്പർ എഴുതുമ്പോൾ ഒന്ന് തന്നെ. x എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ തന്നെയാണ്. എക്സും y എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്പറാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കുക, √3 ഇൻറ്റു √4 ആണെന്ന് വിചാരിക്കുക അല്ലേ? 2 സംഖ്യകളും വ്യത്യസ്തമാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √3 ഇൻറ്റു 4, അതായത് √3 ഇൻറ്റു 4 അല്ലേ? √3 ഇൻറ്റു √4 എന്നുള്ളതിനെ √3 ഇൻറ്റു 4 എന്ന് എഴുതാം. അതായത് √12 എന്ന് നമുക്ക് എഴുതാം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിങ്ങനെ ഓരോന്നായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ എക്സാം അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി. എങ്കിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ട ഓർമ്മയും കേട്ട ഓർമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കോളും. ഓക്കെ, ഇല്ലെങ്കിൽ അവിടെ വെച്ച് ആദ്യം തൊട്ട് പറയുമ്പോൾ നമ്മളത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം കുറേ കൂടെ ലെങ്തി ആയിട്ട് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞല്ലോ? √x ഇൻറ്റു √y എന്ന് പറയുമ്പോൾ എന്താണ്? √xy എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നോക്കുക, 1/x⁻n എന്നൊരു ഫോമിൽ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1/x⁻n എന്ന് പറയുന്ന ഒരു ഫോമിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? x⁻n എന്ന് എഴുതാം. 1/x⁻n എന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് x⁻n എന്ന് എഴുതാം. അതായത് ഇവിടെ നോക്കുക, 1/x⁻2 എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 1/x⁻2 എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x⁻2 എന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ? 1/x² എന്നുണ്ടെങ്കിൽ x⁻2 എന്ന് അതിനെ മാറ്റി എഴുതാനായിട്ട് പറ്റും. ഇനി ഒരു പ്രോബ്ലത്തിൽ നമുക്ക് y⁻5 എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/y⁻5 എന്ന് എഴുതാം. തിരിച്ചും എഴുതാം.
അപ്പോൾ y⁻⁻5 എന്ന് പറയുന്ന ഒരു ഫോമിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 1/y⁵ എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. 1/x² എന്ന് പറയുന്ന ഒരു ഫോമിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ x⁻⁻2 എന്ന് പറയുന്ന ഫോമിലോട്ട് എഴുതാം. അപ്പോൾ തിരിച്ചും മറിച്ചും എഴുതാം. അപ്പോൾ 1/ എന്ന് പറയുന്ന ഫോമിനെ മാറ്റുമ്പോൾ അത് എന്താണ്, പ്ലസ് പോയിട്ട് മൈനസ് ആവും. ഈ 1/ എന്നുള്ളത് മാറും, x⁻n എന്നുള്ള ഫോമിലോട്ടായിട്ട് മാറും. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഓർത്തിരിക്കേണ്ടതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കുക കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, അതായത് ഏതൊരു സംഖ്യയുടെയും, അതായത് x⁻1 എന്ന് പറയുന്നത് x തന്നെയായിരിക്കും. അതായത് ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് വരുന്നത് 1 ആണെങ്കിൽ അത് ആ സംഖ്യ തന്നെയായിരിക്കും. അതായത് 100⁻1 എന്ന് പറയുന്നത് 100 തന്നെയായിരിക്കും. 10⁻1 എന്ന് പറഞ്ഞാൽ 10 തന്നെയായിരിക്കും. ഇനി 1000⁻1 എന്ന് പറഞ്ഞാൽ 1000 തന്നെയായിരിക്കും. ഏത് സംഖ്യയുടെയും പവറായിട്ട് 1 വന്നാൽ എന്താണ്, അത് ആ സംഖ്യ തന്നെയായിരിക്കും. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഏതൊരു സംഖ്യയുടെയും പവറായിട്ട് 0 ആണെന്ന് വിചാരിക്കുക. അതായത് x⁻0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതിപ്പോൾ 100⁻0 ആണെങ്കിലും 1 ആണ്, 10⁻0 ആണെങ്കിലും 1 ആണ്, 5⁻0 ആണെങ്കിലും 1 ആണ്, 1000⁻0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ ഏത് സംഖ്യയുടെയും പവറായിട്ട് വരുന്നത് 1 ആണെങ്കിൽ ആ സംഖ്യ തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഈ സംഖ്യയെ ഒരു പ്രാവശ്യം ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സംഖ്യ തന്നെയാണ് അല്ലെ. പവർ എന്ന് പറയുന്നത് എന്താണ്, അത്രയും പ്രാവശ്യം നമ്മൾ ഗുണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 100നെ ഒരു പ്രാവശ്യം ഗുണിക്കുമ്പോൾ ആ സംഖ്യ തന്നെയാണ് കിട്ടുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി x⁻0 എന്ന് പറയുന്നത് 1 ആണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ. x⁻0 എന്ന് പറയുന്നത് 1. ഏത് സംഖ്യയുടെയും പവറായിട്ട് 0 വന്നാൽ എന്താണ് ആൻസർ, 1 ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 4/5 (−2) എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ ഇതുപോലത്തെ സ്റ്റെപ്സ് ഒക്കെ വരും. അപ്പം നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അത് ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നത്. 4/5 (−2) എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ മൈനസ് സൈൻ കളയാൻ വേണ്ടിയിട്ട്, നമുക്ക് എപ്പോഴും മൈനസ് വരുമ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടാവുക, മൈനസും പ്ലസും കൂടിയിട്ട് ആകെ പ്രശ്നമാവും. അപ്പം അങ്ങനെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ആ മൈനസ് ചിഹ്നം നമുക്ക് കളയണമെന്ന് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ 4/5നെ തിരിച്ചിടുക, 5/4 എന്നിടുക. ഓക്കെ, (2) എന്നാക്കുക. അപ്പോൾ അതിൻ്റെ മൈനസ് സൈൻ പോയി കിട്ടി. ഓക്കെ ആണല്ലോ. മൈനസ് സൈൻ പോകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, 4/5 എന്നാണെങ്കിൽ അതിനെ 5/4 എന്നാക്കുക, (2) എന്നാക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ മൈനസ് സൈൻ പോകും. അതായത് 3/7 എന്നുണ്ടെന്ന് വിചാരിക്കാം, (2) എന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മൈനസ് സൈൻ കളയണം. നമ്മൾ എന്ത് ചെയ്യണം, 7/3 (2) എന്നാക്കുക. 3/7 എന്നുള്ളതിന് 7/3 എന്ന് തിരിച്ചിട്ടിട്ട് (2) എന്നിട്ടാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പവർ മൈനസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നമ്മൾ തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ടിട്ട് മൈനസ് മാറ്റിയിട്ട് ആ പവർ ഇട്ട് മതി. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ ഇടയിലൊക്കെ വരുന്ന ഓരോ സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 3-4 ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറുതാണ്, നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. a⁻m × a⁻n എന്ന് പറയുന്നത് a⁻m + n ആണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇവിടെയും a ആണ്, ഇവിടെയും a ആണ് അല്ലേ. അപ്പോൾ 2 കൃത്യംഗ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതായത് 6⁻2 × 6⁻4 എന്നുണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഇതും തുല്യം അല്ലെ, ഇത് രണ്ടും 6 തന്നെയാണ്. അപ്പം ഇങ്ങനെ ബേസ് ഒരേപോലുള്ള സംഖ്യകളും മുകളിലെ പവർ വ്യത്യസ്തവുമായിട്ട് വന്നാൽ അതാണ് അതിൻ്റെ അർത്ഥം. a⁻m × a⁻n എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ 6 എന്ന് പറയുന്നത് ഇവിടെ രണ്ടിടത്തും സെയിം ആണ്, മുകളിലെ നമ്പർ എന്താണ്, വ്യത്യസ്തമാണ്. ഇങ്ങനെ വന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, a⁻m × a⁻n എന്ന് പറയുമ്പോൾ a⁻m + n, അതായത് ആ ബേസ് a എന്ന് പറയുന്നത് അതുപോലെ എഴുതുക. അതായത് 6 എന്ന് പറയുന്നതിനെ അതുപോലെ തന്നെ എഴുതി മുകളിലത്തെ 2 പവേഴ്സും കൂടെ കൂട്ടിയാൽ മതി. അതായത് 2 + 4 എന്ന് ചെയ്യുന്നതാണ് അല്ലേ. 6⁻4 2 6, 6⁻6 എന്നുള്ളതാണ് ആൻസർ. മനസ്സിലായോ?
അപ്പോൾ ഇതാണ് ഇക്വേഷൻ ആദ്യത്തേത്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. എങ്ങനെയാണ് ചെയ്തത്? ഇവിടെ 6/2 ഇൻറ്റു 6/4 എന്നുണ്ടെങ്കിൽ 6/2 പ്ലസ് 4 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ 7/2 ഇൻറ്റു 7/5 എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? 7/2 പ്ലസ് 5, അതായത് 7/7 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 6/6 എന്ന് വെച്ചാൽ എന്താണ്? 6നെ 6 തവണ ഗുണിക്കണം അല്ലേ? 6നെ 6 തവണ ഗുണിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എക്സാമിൽ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഓപ്ഷനിൽ 6 എന്ന് പറഞ്ഞിട്ട് പവറിന്റെ ഫോമിൽ കൃത്യംഗത്തിന്റെ രൂപത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. ഇനി അല്ല സാധാരണ നമ്പറാണ് തന്നിട്ടുള്ളതെങ്കിൽ എത്ര പ്രാവശ്യമാണോ ഗുണിക്കേണ്ടത് അത് ഗുണിച്ചിട്ട് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഇക്വേഷനും കൂടെ പഠിച്ചു വെക്കാം. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ആണെങ്കിലോ? ഇവിടെ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ആണ് പറഞ്ഞത്, എ റൈസ് ടു എം പ്ലസ് എൻ. ഇവിടെ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും. ഓക്കെ, ഇൻറ്റു ആവുമ്പോൾ പ്ലസ് ചെയ്യാം, ഡിവൈഡഡ് ബൈ ആണെങ്കിൽ മൈനസ് ചെയ്യാം. പവർ എന്ന് പറയുന്നത് ബേസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 6/3 ഡിവൈഡഡ് ബൈ 6/2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം? 6/3 മൈനസ് 2 എന്ന് വെച്ചാൽ എത്രയാണ്? 6/1 എന്നുള്ളത് ആൻസർ വന്നു. ഓക്കെ ആണല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതും കൂടെ നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, എന്താണ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറയുന്നത്? എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കാം. എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ ആണെങ്കിൽ എ റൈസ് ടു എം മൈനസ് എൻ ആയിരിക്കും. കിട്ടിയല്ലോ. അടുത്ത ഇക്വേഷൻ നോക്കാം. അടുത്തത് നോക്കാം. എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം എന്നുണ്ടെന്ന് വിചാരിക്കുക. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ ബി ഹോൾ റൈസ് ടു എമ്മിന് ഈക്വൽ ആയിരിക്കും. ഇതും പഠിച്ചു വെക്കാം. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ? അതായത് ഇവിടെ എന്താണ് വ്യത്യാസം? ഇത്രയും നേരം നമ്മൾ പഠിച്ചു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. ബേസ് ഫോം എന്താണ്? രണ്ടും ഈക്വൽ ആണ്. ബേസ് രണ്ടും ഈക്വൽ ആണ്. മുകളിലത്തെ പവർ വ്യത്യാസമാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ബേസ് വ്യത്യാസമാണ്, എയും ബിയും ആണ്. പക്ഷെ മുകളിലത്തെ പവർ എന്താണ്? എം തന്നെയാണ്, അതായത് ഈക്വൽ ആണ്. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ അതായത് ഇവിടെ നോക്കുക, ഇപ്പോൾ 5/2 ഇൻറ്റു 6/2 അല്ലേ? അപ്പോൾ ഇവിടെ ബേസ് ഫോം എന്താണ്? ഡിഫറെൻ്റ് ആണ്. പവർ എന്താണ്? രണ്ടും ഒരുപോലെയുള്ളതാണ് അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് ഫോം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്? 5² ഇൻറ്റു 6² എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 5 ഇൻറ്റു 6 ഹോൾ റേസ് ടു സ്ക്വയർ എന്നുള്ളതിന് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നുള്ളതിന് പകരം എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ആണെങ്കിൽ ബേസ് ഫോം വ്യത്യാസമാണ്, മുകളിലത്തെ പവർ തുല്യമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് ബേസിനെയും കൂടെ ഗുണിച്ചിട്ട് കോമൺ ആയിട്ട് ആ പവർ ഇട്ട് കൊടുത്താൽ മതി. അതായത് 5 ഇൻറ്റു 6 എത്രയാണ്? 30 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 30ന്റെ സ്ക്വയർ എത്രയാണ്? ഇതായിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേസ് ഡിഫറെൻറ്റും പവർ സെയിമോ ആണെങ്കിൽ നമുക്ക് ആ ബേസിനെ രണ്ടും കൂടെ ഗുണിച്ചിട്ട് ഒരേ പവർ ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്നുണ്ടെന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം എ റേസ് ടു എം എൻ എന്ന് തന്നെയാണ്. ഇതും പഠിച്ചിരിക്കണം. ഇതെന്താണ് പറയുന്നത്? അതായത് ഇപ്പോൾ നോക്കുക, 7/2 ഹോൾ റേസ് ടു 3 എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണല്ലോ ഇതിൻ്റെ ഫോം. എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ ഇവിടെ 7ന്റെ സ്ക്വയർ ഹോൾ റേസ് ടു 3 എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഫോം വന്നാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്? എ റേസ് ടു എം എൻ, അതായത് 7/2 ഇൻറ്റു 3 അല്ലേ? എം എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ 7/2 ഇൻറ്റു 3 എത്രയാണ്? 6. 7/6 എന്ന് നമുക്ക് എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. കിട്ടിയല്ലോ. ഏതൊക്കെയാണ്? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ ബി ഹോൾ റേസ് ടു എം ആണ്.
എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം എൻ ആണ്. ഇപ്പം ഇങ്ങനെ എയും ബിയും എന്നും എമ്മും ഒക്കെ വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നും. പക്ഷേ നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കുക. ഈ സംഖ്യകൾ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ എന്താണ്, അതിന് ഡയറക്റ്റ്ലി നമുക്ക് ഇങ്ങനെ ഗുണിച്ച് എഴുതാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഈ നമ്പേഴ്സ് വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ താനേ കിട്ടിക്കോളും. ആ ഫോം കാണുമ്പോൾ നമുക്ക് മനസ്സിൽ വന്നോളും നമുക്ക് ഈ രീതിയിലാണ് ഇത് മാറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതിയിട്ട് വെക്കുക. അടുത്തത് നോക്കുക, എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ ആയിരിക്കും. എളുപ്പമല്ലേ? എന്താണ് പറയുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കുക, 2/5 ഹോൾ റേസ് ടു 8 എന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്? 2 റേസ് ടു 8 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 8 എന്ന് നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എ ബൈ ബി റേസ് ടു എൻ, അതായത് ഒരു ഭിന്നസംഖ്യ ഉള്ളിൽ അതിൻ്റെ പവറായിട്ട് ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 2 റേസ് ടു 8 ഡിവൈഡഡ് ബൈ 5 റേസ് ടു 8 സെപ്പറേറ്റ് ചെയ്ത് എഴുതാം അല്ലേ. അതാണ് പറയുന്നത്. അപ്പോൾ എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുമ്പോൾ എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ എന്ന് പറയുന്ന ഫോമിൽ എഴുതാം. എങ്ങനെയാണ് എഴുതിയെന്ന് മനസ്സിലായല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എന്നിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എം ഈക്വൽ ടു എൻ എന്ന് എഴുതാം. ഓക്കെ, എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എന്നിന് ഈക്വൽ ആണെങ്കിൽ എം ഈക്വൽ ടു എൻ എന്ന് എഴുതാം. ഇതെവിടെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വരിക? അതായത് ഇപ്പോൾ നമുക്ക് 4 റേസ് ടു എക്സ് ഈസ് ഈക്വൽ ടു 4 റേസ് ടു 8 എന്നുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോമിൽ എഴുതി നമുക്ക് എക്സിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 4 റേസ് ടു എക്സ് എന്ന് പറയുന്നത് 4 റേസ് ടു 8 ഈക്വൽ ആണെങ്കിൽ ഇവിടെ ബേസ് തുല്യമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 4 റേസ് ടു എക്സ് ഈക്വൽ ടു 4 റേസ് ടു 8 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 8 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് ഇങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്പൊക്കെ വരുവാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫോമിലോട്ട് മാറ്റിയാൽ മതി. അതായത് 4 റേസ് ടു എക്സ് ഈക്വൽ ടു 4 റേസ് ടു 8 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 8 ആയിരിക്കും. അതാണ് പറയുന്നത്. എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എന്നിന് ഈക്വൽ ആണെങ്കിൽ എം ഈക്വൽ ടു എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. എ ഡിവൈഡഡ് ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ബി റേസ് ടു എൻ ആയിരിക്കും. എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എന്നിന് ഈക്വൽ ആണെങ്കിൽ എം ഈക്വൽ ടു എൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കുക, എൻ ഇൻറ്റു റൂട്ട് ഓഫ് എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എം ബൈ എന്നിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, എൻ ഇൻറ്റു റൂട്ട് ഓഫ് എ റേസ് ടു എം എന്ന് പറയുന്നത് എ റേസ് ടു എം ബൈ എന്നിന് ഈക്വൽ ആയിരിക്കും. ഇതും കൂടെ ഒന്ന് ബോക്സിലാക്കിയിട്ട് വെക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൃത്യംഗ നിയമങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇക്വേഷൻസും. അപ്പോൾ ഇതൊക്കെ ഇത്രയും പറയുമ്പോഴത്തേനും ഇത്രയും സമയമായി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പ്രോബ്ലംസ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ കണ്ട് പഠിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.